നമുക്ക് നമ്മുടെ പെസഹാപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാട്ടാ. എന്തിട്ടൊക്കെ ഞാൻ എടുക്കണേന്ന്. ഇത് ഇപ്പൊ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, നൈസ് പൊടി, വറുത്ത അരിപ്പൊടി, നൈസ് പൊടി. പിന്നെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന്, പിന്നെ ഒരു 2 പിടി നാളികേരം, ഒരു ഇത്രയും ചുവന്നുള്ളി, ഇത്ര വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് 3 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് ഉഴുന്നിട്ട് ഇത് ഞാൻ അരച്ചിട്ട് വരാം. എന്നിട്ട് പിന്നെ നമുക്ക് പണി തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉഴുന്ന് നല്ലോണം പേസ്റ്റ് പാകത്തിന് നല്ലോണം അരച്ചിട്ട് അതില് ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി അതും നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാളികേരം നമ്മൾ നല്ലോണം അരയ്ക്കണ്ട, ഒന്ന് ഒതുക്കി എടുത്താൽ മതി. അതും കൂടി പിന്നെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് ഈ പാത്രത്തിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടീനെ ഇതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് പുളിപ്പില്ലാത്ത അപ്പാണല്ലോ വേണ്ടത്. അപ്പൊ നമ്മള് കലക്കി വെക്കൊന്നും വേണ്ട, അപ്പൊ തന്നെ നമുക്ക് ഉണ്ടാക്കാലോ. അപ്പൊ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും വെള്ളം കേട്ടാ, പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലോണം ലൂസാക്കണ്ട കേട്ടാ. എന്റെ കുഞ്ഞിപ്പൊന്നു എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. അവൾക്ക് ഇളക്കണം എന്നൊരു വാശി, അപ്പൊ അങ്ങടെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇനി നമ്മള് ഒരു പ്ലേറ്റില് ലേശം വെളിച്ചെണ്ണ തൂവിയിട്ട് അതിലേക്ക് നമ്മള് മാവ് ഒഴിച്ച് പരത്തിയിട്ട് ആവിക്ക് വെച്ച് വേവിക്കുകയാണ് കേട്ടാ. ഞാൻ കാണിക്കാം. നമ്മുടെ ഓശാനിക്ക് വെഞ്ചരിച്ചു കൊണ്ടുവന്ന പോലെ ഉണ്ടല്ലോ, അതില് നമ്മുടെ കുരിശൊന്ന് വെച്ചിട്ട് നമ്മള് ആവിമ വെച്ച് വേവിച്ചെടുക്കുന്നു കേട്ടോ. നമുക്ക് അപ്പത്തിനുള്ള പാല് തയ്യാറാക്കാം കേട്ടോ. അതിനായി 2 അച്ച് ബെല്ലം ഉരുക്കിയതിന് ശേഷം അത് അരിച്ചെടുത്ത് അതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി അത് ഇളക്കി നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 2ാം പാൽ ഒഴിച്ച് തിളപ്പിച്ച് അത് നല്ലവണ്ണം കുറുകി വരുമ്പോൾ അതിലേക്ക് തേൻപാൽ ഒഴിച്ച് നമ്മൾ തിള വരുമ്പോൾ അത് മാറ്റി വയ്ക്കുന്നു. പാല് നമ്മൾ തയ്യാറാക്കി ഇറക്കി വയ്ക്കുന്നതിന് മുമ്പ് ഒരു ലേശം ചുക്കും ജീരകം ഏലക്കായ പൊടിച്ചതിട്ട് പാല് തയ്യാറാക്കുന്നു കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയണു? എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന് ക്ഷീണിച്ചിരിക്കാവൂല്ലേ? ഇന്ന് പെസഹ വ്യാഴം. നമ്മുടെ ഈശോയുടെ രക്തവും ശരീരവും ഒക്കെ നമുക്ക് തന്ന് നല്ല ശിഷ്യന്മാരിലൂടെ നമ്മളെ സ്നേഹിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച ദിവസം. പക്ഷേ നമ്മൾ ദിവസമൊക്കെ നല്ലപോലെ ആചരിക്കുന്നുണ്ട്. പക്ഷേ ഈശോ പഠിപ്പിച്ച ആ തത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയാട്ടാ. എന്നാലും നമുക്ക് ശ്രമിക്കാം അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഈശോ പഠിപ്പിച്ചത് അപ്പം മുറിച്ചുകൊണ്ട് നമുക്ക് ആചരിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ പെസഹ അപ്പം കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പപ്പയാണ് ഞങ്ങൾക്ക് മുറിച്ച് തരണത്. ആദ്യം പൊന്നൂനെ, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പപ്പ മുറിച്ച് പങ്കുവെച്ച് തരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈശോയുടെ ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാൻ നോക്കാം കേട്ടോ.